എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ നട്ടേക്കുന്ന ഒരു വാട്ടർ പ്ലാന്റ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഇതിന്റെ പേര് ജാപ്പോണിക്ക അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ റോസ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ടയർ കട്ട് ചെയ്ത് അതിൽ നിന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാൻ വീട്ടിൽ ചെയ്തിരിക്കുന്ന ഒരു ടയറിലാണ് ഞാനിത് പോട്ട് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് തൈകളും പൂക്കളുമായിട്ട് നിൽക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വാട്ടർ പ്ലാന്റ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാനിവിടെ വാട്ടർ പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്ന ഒരു പോട്ടാണ്. അതിപ്പോൾ റീപോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഇതിന് അടിവശം കനം കുറഞ്ഞ കോൺക്രീറ്റ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലപോലെ നമുക്ക് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇതിനകത്ത് പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടയർ കട്ട് ചെയ്ത് നമ്മൾ പോട്ടുണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് അടിവശം എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വാട്ടർ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഇതിനകത്ത് നിൽക്കുന്ന രീതിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ അളവിന് ടൈൽസ് കട്ട് ചെയ്തിട്ട് സിലിക്കോൺ ഇതിൻ്റെ അടിയിൽ തേച്ച് നമുക്ക് ഈ ടൈൽസ് ഒട്ടിച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതും നല്ലതാണ് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്യാൻ. ഇവിടെ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് നമ്മളിതിന് അടിവളമായിട്ട് കൊടുക്കുന്നത്. ഇത് മാത്രമാണ് അടിവളം നമ്മൾ കൊടുക്കുന്നത്. ഇത് അടിയിലൊരു ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അടിയിലൊരു കനം കുറച്ച് മാത്രം അല്പം മാത്രമാണ് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. ചാണകപ്പൊടി അധികമാകാൻ പാടില്ല. ചാണകപ്പൊടി അധികമായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂടുതൽ പായൽ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത്, നമുക്കിപ്പം നല്ല പൊടിമണ്ണുണ്ടെങ്കിൽ നമുക്കിത് പോട്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പം ഞാൻ കണ്ടത്തിൽ നമുക്ക് ചേറ് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായിട്ടുള്ള മണ്ണ് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പം നമ്മൾ നേരത്തെ പോട്ട് ചെയ്ത അതേ പോട്ട് മിക്സ് തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പോട്ട് ചെയ്യുന്ന പോട്ട് എത്രയാണ് സൈസ് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് പോട്ട് മിക്സ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം വലിയ ടയറാണ്, ഇന്നോവയുടെ ടയറാണ്. അപ്പം നമുക്ക് നല്ലപോലെ ഒരുപാട് പൂക്കളും ഒരുപാട് തൈകളും ഇതിനകത്ത് നമുക്ക് ലഭിക്കും. നല്ലപോലെ ഫ്ലവറിങ് ആയിട്ട് ഇത് നിൽക്കുകയും ചെയ്യും. നമ്മൾ അതിനകത്ത് പോട്ട് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് തന്നെ ധാരാളം, ഈ മദർ പ്ലാന്റിൽ തന്നെ ധാരാളം ചെറിയ തൈകളുണ്ട്. ഇതിൽ നിന്ന് ഒരു തൈ നമുക്ക് മാറ്റി നടാനായിട്ട് എടുക്കാം. കണ്ടില്ലേ, എൻ്റെ റൂട്ടൊന്നും പോയിട്ടില്ല. ഇതിൽ ചെറിയ തൈകൾ നട്ടാലും നമുക്ക് ധാരാളമായിട്ട് ഇതിനകത്ത് തൈകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഒരുപാട് പൂക്കൾ വരികയും ചെയ്യും. ഇതിലോട്ട് നട്ടു കൊടുക്കാം. ഒരുപാട് താഴ്ത്തേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇതുപോലെ നട്ടുകൊടുത്താൽ മാത്രം മതി. ഈ വാട്ടർ പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വാട്ടർ പ്ലാന്റ്സ് ഏത് നമ്മൾ പോട്ട് ചെയ്യുമ്പോഴും അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ഈ പോട്ട് മിക്സ് കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ലീഫ് വെച്ചിട്ട് നമുക്കതിൻ്റെ മുകളിലായിട്ട് വീട് കുറച്ച് നമുക്ക് ഇതുപോലെ റോസ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ഈ വെള്ളം അധികം കലങ്ങാതെ കിടന്നോളും. ഇത് അതുപോലെ നമ്മൾ പോട്ട് ചെയ്തേക്കുന്ന ഒരു വാട്ടർ റോസിൻ്റെ തൈയാണ്. കണ്ടില്ലേ, ഇത് ഞാൻ ടയറിൻ്റെ പോട്ടിലാണ് ചെയ്തേക്കുന്നത്. അധിക പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കഴിവതും ഇത് നമ്മൾ നല്ല വെയിൽ കിട്ടുന്നിടത്ത് പോട്ട് ചെയ്താൽ എന്നും നിറയെ പൂക്കളായിട്ട് തന്നെ നമുക്കിത് ലഭിക്കും. ഇത് നമ്മൾ പോട്ട് ചെയ്യുന്ന പോട്ടിൻ്റെ സൈസിനനുസരിച്ചാണ് നമുക്കത് നിറയെ തൈകളും പൂക്കളും ലഭിക്കുന്നത്. ചെറിയ പോട്ടുകളിലാണെന്നുണ്ടെങ്കിൽ അധികം പൂക്കൾ കാണത്തില്ല, ചെറിയ രീതിയിലായിരിക്കും. ഇതിപ്പോൾ വലിയൊരു ടയറിൻ്റെ പോട്ടായതുകൊണ്ടാണ് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നമ്മൾ വൺ ടൈം പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടിവളമായിട്ട് ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ അതിന് വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. കണ്ടില്ലേ, എന്നിട്ട് നിറയെ തൈകളും പൂക്കളുമായിട്ട് നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ചെറിയൊരു തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഇതിനകത്ത് നിന്ന് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് പോട്ട് ചെയ്ത് വെച്ചാൽ വളരെ മനോഹരമായിരിക്കും കാണുവാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് പോട്ടിലൊക്കെ പോട്ട് ചെയ്താലും കുറേ നാൾ കഴിയുമ്പോൾ പ്ലാസ്റ്റിക് പോട്ടൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ടയറിൻ്റെ പോട്ടെന്ന് വെച്ചാൽ എന്നും ഇതുപോലെ തന്നെ ഇരിക്കും. ഇത് ഇടയ്ക്കൊന്ന് കളർ മാത്രം നമ്മൾ അടിച്ചു കൊടുത്താൽ മാത്രം മതി. ടയറിൻ്റെ പോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് നമ്മളോട് പറഞ്ഞായിരുന്നു ഇതിനകത്ത് പ്ലാന്റ് ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് വീഡിയോ ചെയ്യണേന്ന്. ഇതിപ്പം നമ്മൾ വാട്ടർ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുന്ന രീതിയാണ് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള പ്ലാന്റ്സുകളും നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇതുപോലെ നമുക്ക് വെള്ളം ഈ ഒരു ലെവലിൽ മതി. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ധാരാളം തൈകളൊക്കെ ആവുന്നതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം നല്ലപോലെ നിറച്ചു കൊടുക്കാം. വാട്ടർ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ പോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഗപ്പി പോലുള്ള മീൻ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൊതുക് പോലുള്ളവ ഇതിനകത്ത് വന്ന് പെരുകാതിരിക്കാനായിട്ട് സാധിക്കും.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാട്ടർ റോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന രീതി ഇഷ്ടമായോ? തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് നട്ട് നോക്കുക. അധിക പരിചരണത്തിൻ്റെ ആവശ്യമേ ഇല്ല. വൺ ടൈം നമ്മളിത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം തൈകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൺ ആക്കി ഇടുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.